നമസ്തേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും റെഗുലറായിട്ട് യോഗ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ യോഗ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കും തലക്കൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഈ യോഗ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണോ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകേണ്ട കാര്യങ്ങളാണോ? ഏതായിരിക്കും അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് പറയുമ്പോൾ? കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടും അല്ല ഇതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ, പ്രാണായാമം, മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ യോഗ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കേണ്ട കാര്യമാണ്. പല ആളുകളും യോഗ ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, കുറച്ച് നാളുകൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതിനപ്പുറം അത് സ്റ്റോപ്പ് ചെയ്യുന്നു, പറയുന്നു ഫലമൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല, പുതിയൊരു ഫീലൊന്നും കിട്ടിയില്ല എന്ന് ചില ആളുകളെങ്കിലും പറയാറുണ്ടാവും. ഈ പറയുന്നത് പോലെ അത് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഗുണം കിട്ടണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. അതിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ കുറച്ചൊന്ന് പണിയുണ്ട്. നമ്മൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവണം, ക്ഷമയോടുകൂടി ഇരിക്കാൻ സാധിക്കണം. ഈ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ക്ഷമയോടുകൂടിയുള്ള പ്രാക്ടീസ്, ഡെയിലി റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് നിർബന്ധമാണ്. അതിന് വീക്കെൻഡ് ഇല്ല, സാറ്റർഡേ സൺഡേ ഇല്ല, ഒന്നുമില്ല. എല്ലാ ദിവസവും ലൈഫിൻ്റെ ഭാഗമാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ, പ്രാണായാമം പോലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻഷൻ മാറും, ഡിപ്രഷൻ മാറും, പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് മാത്രമേ ഈ ഗുണങ്ങൾ കിട്ടൂ? മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് മാത്രം ഡിപ്രഷൻ, ടെൻഷൻ മാറാറുണ്ടോ? അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാൾ സന്തോഷിക്കുന്നത് കാണാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് പഠിച്ചു വെക്കുന്നത് കൊണ്ടോ, ഇതിൻ്റെ റൂട്ടുകൾ മനസ്സിലാക്കിയത് കൊണ്ടോ, ഞാനത് കുറച്ച് മുൻപെപ്പോഴോ കുറച്ച് നാൾ ചെയ്തത് കൊണ്ടോ കാര്യമില്ല. റെഗുലറായിട്ട് നിങ്ങളുടെ കൂടെയുള്ളൊരു കാര്യം അതാണെങ്കിൽ എന്നാൽ മാത്രമാണ് ഈ പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ദിവസവും മുടങ്ങാതെ ചെയ്യുന്തോറും ഈ കഴിവുകളെല്ലാം ഡെവലപ്പായിക്കൊണ്ടേയിരിക്കും. മാനസിക തലത്തിൽ വളരെ കാമായിട്ടുള്ള ആളായിരിക്കും, ഭയങ്കര എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു മനോഭാവം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിനൊരു മാനുവലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരുന്ന കുറേ അനുഗ്രഹങ്ങളാണ് ഇതെന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഡെയിലി ഫ്രഷ് ആവാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? അതേപോലെ ലൈഫിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ലാത്ത, ദിവസവും കൊണ്ടുപോകേണ്ടുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുമ്പോൾ. യോഗ എന്ന് പറയുമ്പോൾ ആസനം നല്ല അർത്ഥം. യോഗ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡാണ്. ആസനാസ് വരും, അതേപോലെ മെഡിറ്റേഷൻ, പ്രാണായാമം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വേടുകളും കൂടി കൂടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു പ്രത്യേക തലത്തിൽ എത്താൻ പറ്റില്ല എന്നർത്ഥം. എല്ലാം വേണം എന്ന് വെച്ച് നമുക്ക് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ദിവസം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താക്കണം? അതിന് നമുക്ക് ഇപ്പോൾ ഒരു പുതുതായിട്ട് വരുന്ന ഒരാൾ ഒരു കോഴ്സ് ചെയ്തു, അയാൾക്ക് അതിൽ നിന്ന് കുറേ അറിവുകൾ കിട്ടും അല്ലേ? കുറേ കാര്യങ്ങൾ അയാൾ പഠിക്കും. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് അത് ഡെയിലി ഇത് മുഴുവനും ചെയ്യാൻ പറ്റില്ല. കാരണം 1-2 മണിക്കൂറൊക്കെ പിടിക്കും മൊത്തം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഡെയിലി നമുക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ദിവസവും വേണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അതൊരു ബണ്ടിലാക്കിയിട്ട് അത് ദിവസവും പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ദിവസവും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ പ്രാണായാംസാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും, ഇപ്പോൾ തലവേദനയുള്ള ആളുകളാണെങ്കിലും മറ്റ് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും ഒരുവിധം ചെയ്യാൻ പറ്റുന്നൊരു പ്രാണായാമമാണ് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുമ്പോൾ. തൊട്ട് മുൻപുള്ള 1-2 വീഡിയോകൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പോയിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാത്തവരാണെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം, ഭസ്ത്രിക ചെയ്യാം. പക്ഷേ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹൈ ബി പി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഭസ്ത്രിക ചെയ്യാൻ പാടില്ല. മറ്റ് പല പ്രാണായാമങ്ങൾക്ക് എല്ലാത്തിനും ഒരു നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന ആളുകൾ ചെയ്യണം, ഇന്ന ആളുകൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എല്ലാവർക്കും ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള പ്രാണായാമമാണ് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുമ്പോൾ. ആസനാസിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ സൂര്യ നമസ്കാരം നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ മാത്രം ചെയ്യാം. നോർമലി ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൂര്യ നമസ്കാരം ചെയ്തു പോവാം. അവിടെയും കാര്യം എന്ന് പറയുമ്പോൾ സൂര്യ നമസ്കാരം ഞാൻ 10 റൗണ്ട് ചെയ്തു, 20 റൗണ്ട് ചെയ്തു എന്ന് പറയുന്നതല്ല കാര്യം. അത് വ്യക്തമായിട്ട് അതിൻ്റെ രീതിയിൽ, അതിൻ്റേതായിട്ടുള്ളൊരു ഫോമിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ബ്രീത്തിങ്ങും ആ ഒരു ഫ്ലോയും അലൈൻമെൻറ്റൊക്കെ കൊടുത്ത് ചെയ്ത് പോകുമ്പോഴാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഇത്രയും കൗണ്ട് ചെയ്യുന്നതിലല്ല കാര്യം. നാഡീശുദ്ധി പ്രാണായാമം ആണെങ്കിലും അതെ, 10-20 തവണ ഞാൻ ചെയ്തു, അങ്ങനെയല്ല. നിങ്ങളത് മനസ്സറിഞ്ഞ് ചെയ്യുക. അതിൻ്റേതായ രീതിയിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടിക്കൊണ്ട് ചെയ്യണം. കുറേ തവണകൾ ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. ആ ഒരു ഫീലിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സൂര്യ നമസ്കാരം നമുക്ക് ചെയ്യാം, നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. അതേപോലെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ചൂടും തണുപ്പുള്ള കാലാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ചില ആളുകളുടെ ബോഡി ഭയങ്കര ഹീറ്റായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സൂര്യവേദി പ്രാണായാമം, ചന്ദ്രവേദി പ്രാണായാമം. നിങ്ങൾ ഓവറായിട്ട് ഹെവി ആയിട്ട് വർക്ക് പ്രഷർ ഉള്ള ഒരാളാണ്, ഭയങ്കര റെസ്റ്റ് ഇല്ലാത്ത പണിയാണ്, ഉറങ്ങാനൊക്കെ കറക്റ്റ് സമയം കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ ഉറക്കമില്ല, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യോഗനിദ്ര നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് യോഗനിദ്ര. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യോഗനിദ്ര.
കുറച്ച് കോംപ്ലിക്കേറ്റഡും ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കിയിട്ട് പിന്നെ സ്വന്തമായിട്ട് ചെയ്തു പോവുക. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഒരു യോഗനിദ്ര ഒരു തവണ നമ്മളൊരു 10-15 മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് റീഫ്രഷ് ആവും. മെൻ്റലി ഫിസിക്കലി ഭയങ്കര റീഫ്രഷ് ആവും നമ്മൾ. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. എല്ലാവരും പറയും ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഈ മെഡിറ്റേഷൻ ഒന്നും ചെയ്തു തുടങ്ങാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ചൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം 10-15 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പകാര്യമല്ല. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, വെറുതെ ഇരിക്കാനാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഓവർകം ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ മെഡിറ്റേഷനിലേക്കുള്ള ഫസ്റ്റ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ അതിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മളൊരു സാധാരണ ഒരാൾ ഒന്നും ചെയ്യാത്ത ഒരാൾ ഡയറക്റ്റ് പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ചാൻസ് ഇല്ല, അയാൾക്ക് അതൊരു ഗുണം ലഭിക്കാനോ കൂടുതൽ ദിവസമായിട്ട് ചെയ്യാനോ ചാൻസ് ഇല്ല. അപ്പോൾ ഈ യോഗ ഫസ്റ്റിൽ നമ്മൾ വാമപ്പ് ചെയ്ത് ആസനാസൊക്കെ ചെയ്ത് കുറച്ച് പ്രാണായാമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എനർജി ലെവൽ മാറും, അല്ലേ, നമ്മുടെ ബോഡി ലെവൽ മാറും, നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ഇത് മാറും. അപ്പോൾ നമ്മൾ ഈ അടുത്ത ഒരു സ്റ്റേജിന് വേണ്ടി നമ്മളെ മനസ്സ് കാത്തിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റേജ് നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. പല രീതിയിലും ചെയ്തു പോകുന്ന രീതികളുണ്ട്, ആളുകളുണ്ട്. ഒന്നും തെറ്റാണെന്നല്ല, നിങ്ങളെ ഏത് രീതിയിൽ നിങ്ങളെ ഉയർത്താൻ സാധിക്കുമോ ആ രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് മാനസിക തലത്തിൽ കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഫീൽ കൊണ്ടുവരാൻ പറ്റുമോ അതിനൊരു മാനുവലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ രീതി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റിലെ പ്രാണായാമം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അവസാനം മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചൊരു ധാരണ, കൃത്യമായിട്ടുള്ളൊരു അറിവ്, അല്ലേ, ചെയ്യുന്നൊരു കൃത്യമായ രീതി അത് നിർബന്ധമാണ്. അപ്പോൾ പല ആളുകളും മുടങ്ങിപ്പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് തന്നെയാണ്. പിന്നെ ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആളുകൾക്കും താല്പര്യമുള്ളൊരു കാര്യം കൂടി കിട്ടും കേട്ടോ. അതായത് നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ്, നമുക്കൊരു ഐഡിയൽ വെയിറ്റ് നമുക്ക് കിട്ടും. റെഗുലറായിട്ട് ആസനാസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റൊക്കെ ഒന്ന് കറക്റ്റാവും. നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ ഫുഡ് കഴിച്ചു പോയാലും നമ്മളെ അത് ബാധിക്കൊന്നുമില്ല, കറക്റ്റ് ഒരു ബോഡി ഷേപ്പിലേക്ക് വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, കുറച്ച് ആൾക്കാർ ചോദിച്ചൊരു കാര്യമുണ്ട്, യോഗ എന്ന് പറയുമ്പോൾ ഒരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് അല്ല, എങ്ങനെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതെന്ന്. പക്ഷേ അതിൻ്റെ മറുപടി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ കലോറി അവിടെയും ബേൺ ആവുന്നുണ്ട്. ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ സിമ്പിളാണ്. ഒരു യോഗ ആസനയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തന്നെ നമ്മൾ കുറേ നാളുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡി ലെവൽ മൊത്തം മാറിയിട്ടുണ്ടാവും, സ്ട്രെങ്ത് മാറും, ഫ്ലെക്സിബിലിറ്റി മാറും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുക ഫസ്റ്റ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ദിവസവും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. കുറച്ച് ആസനാസ് നമുക്ക് നിന്നുകൊണ്ടുള്ള കുറച്ച് ആസനാസ് ചെയ്യാം. അതേപോലെ നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാം, നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. അതേപോലെ അതിനുശേഷം ഓരോന്നായിട്ട് പഠിച്ചു വരുന്നതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള പ്രാണായാമത്തിലേക്ക് നമ്മുടെ ശാരീരികാവസ്ഥ അനുസരിച്ച് കിടക്കാൻ പറ്റും. മെഡിറ്റേഷൻ റെഗുലറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. അതായത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെറുതെ ഒന്നും ചെയ്യാതെ കണ്ണടച്ചിരിക്കുന്ന ഒരു രീതി പ്രാക്ടീസ് ചെയ്യാം. ആ രീതി കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു അവസ്ഥയിലേക്ക് മാറും. അതേപോലെ യോഗ നിദ്ര നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് പറഞ്ഞു പോയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പർ, വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സുകൾ നടക്കുന്നുണ്ട്, 2 ദിവസത്തെ ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് നമ്മൾ വെറും 199 രൂപയ്ക്ക് ഒരു 2 ദിവസത്തെ കോഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള നമ്പർ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു പോയത് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും സാധ്യതകളൊക്കെയാണ് പറഞ്ഞു പോയത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം.